ഓക്കെ, ഇനി നമ്മൾ 3 7 കുറക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് 3 7 കുറക്കാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം എന്താണ്? 3 എന്നുള്ള സംഖ്യ 7 വളരെ ചെറുതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? തൊട്ടടുത്തുള്ള സംഖ്യയിൽ നിന്ന് നമ്മൾ കടെടുക്കുക എന്ന് പറയും. അപ്പോൾ അതുപോലെ നമ്മൾ കടെടുത്തിട്ടുള്ള രീതിയിലാണ് ഇതിന് ഉത്തരം എഴുതുന്നത്. എങ്ങനെയാണ് കടെടുക്കുന്നത് നോക്കാം. നമ്മുടെ 3 തൊട്ടടുത്തുള്ള 0ൻ്റെ അടുത്ത് പോയിട്ട് ഒരു 1 തരുമെന്ന് ചോദിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ 1 3ൻ്റെ കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സംഖ്യയായിട്ട് മാറി. അപ്പം 0 ആയതുകൊണ്ട് അവിടെ എന്തില്ല, കൊടുക്കാൻ 0ന് യാതൊരു നിർവാഹമില്ല. അങ്ങനെ വീണ്ടും തൊട്ടടുത്ത ആളോട് ചോദിക്കുകയാണ്, അവിടെ നിന്ന് കൊടുക്കാനില്ല. തൊട്ടടുത്ത ആളോട് ചോദിക്കുകയാണ്, അവിടെ നിന്നുമില്ല. അങ്ങനെ എയിലേക്ക് എത്തുകയാണ്. എ പറയാണ് ഞാൻ 1 തരാൻ തയ്യാറാണെന്നുള്ളത്. അപ്പോൾ നമ്മളുടെ എ എന്ത് ചെയ്യണം? യെസ്, തൊട്ടടുത്തുള്ള 0ന് 1 കൊടുക്കുകയാണ്. തൊട്ടടുത്തുള്ള 0ന് 1 കൊടുക്കുമ്പോൾ എത്രയായി? 10 ആയി. വീണ്ടും ഇവിടുന്ന് തൊട്ടടുത്തുള്ള ആൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായി? ഇവിടെ 10 ആയി. ഇവിടെ എന്ത് വന്നു? 9 ആയി. വീണ്ടും തൊട്ടടുത്തുള്ള ആൾക്ക് കൊടുക്കുകയാണ്. ഓക്കെ, തൊട്ടടുത്തുള്ള ആൾക്ക് കൊടുത്തപ്പോൾ അവിടെ എന്തായി? 10 ആയി. ഇവിടെ എന്തായി? 9 ആയി. അങ്ങനെ അവസാനം നമ്മളുടെ ചോദിച്ചിട്ടുള്ള ആരാണ്? യെസ്, 3 ആണ്. 3ലേക്ക് കൊടുക്കുമ്പോൾ 3ൻ്റെ കൂടെ അവിടുന്ന് 1 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് വന്നു? 13 ആയി. നമ്മുടെ 0ൻ്റെ സ്ഥാനത്ത് 9 ആയി. ഓക്കെ, ഇപ്പോൾ നമുക്കൊക്കെ എന്ത് കിട്ടി? വലിയ സംഖ്യകളെ നമുക്കവിടെ കിട്ടി. ഈ റൗണ്ട് ഇട്ട് നീലയിൽ റൗണ്ട് ചെയ്ത ആളുകളിൽ നിന്നാണ് ഇനി നമ്മൾ കുറയ്ക്കേണ്ടത്. ഓക്കെ, 13 7 കുറച്ച് കഴിഞ്ഞാൽ 5 ഉണ്ടാവും. 6 ഉണ്ടാവും. ഓക്കെ, 9 6 കുറച്ച് കഴിഞ്ഞാൽ 3. 9 5 കുറച്ച് കഴിഞ്ഞാൽ 4. 9 4 കുറച്ച് കഴിഞ്ഞാൽ 5. ഓക്കെ, ഇനി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കടെടുത്തത് ഈ 7ൻ്റെ അടുത്ത് നിന്നാണ്. 7 നിന്നാണ് പോയത്. ഓക്കെ, അവിടെ നിന്ന് കൊടുത്താണ്. അപ്പോൾ ഇനി ബാക്കി അവിടെ ആരാ ഉണ്ടാവുക? 6 ഉണ്ടാവുക. 6ന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 3. പിന്നെ ഉള്ളത് നമ്മൾ നോക്കേണ്ടത് 0 ആണ്. 0ൽ നിന്ന് 2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ 0 എന്ത് ചെയ്യണം? തൊട്ടടുത്തുള്ള 8ൻ്റെ അടുത്ത് പോയിട്ട് കടം ചോദിക്കുകയാണ്. അപ്പോൾ 8 പറയാണ്, ഓ ഞാൻ തരാൻ തയ്യാറാണെന്ന് പറയണം. ഇങ്ങനെ നമ്മുടെ 0ന് 8 1 കടം കൊടുക്കുകയാണ്. 0ന് 8 1 കടം കൊടുക്കുമ്പോൾ അവിടെ എത്രയായി? 10 ആയി. ഓക്കെ, നമ്മുടെ 8ൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു? 7 വന്നു. 10ന്ന് 2 കുറച്ചാൽ 8. 7ന്ന് 1 കുറച്ചാൽ 6. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എത്ര വന്നു? 68 35 436 എന്ന് കിട്ടി. ഓക്കെ അല്ലേ?